കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലോകകപ്പ് ഫുട്ബോളിനെ പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജില്ലയിലും ആവേശം വാനോളം. തൃശൂർ KSRTC സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചിട്ടതോടെ യാത്രക്കാർ പെരുവഴിയിൽ. വ്യാജ സ്വർണ്ണക്കെട്ടുകൾ നൽകി പ്രവാസി മലയാളിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ജില്ലയിൽ ഗുണം ലഭിക്കുക 126 ഓർഡിനറി ബസ്സുകളിൽ. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള പാക്കേജുകൾ ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. മാള SHOയെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി R രാജേഷാണ് മരിച്ചത്. ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി. തൃശൂർ നഗരമധ്യത്തിലെ വീട്ടിൽ നിന്ന് 18 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സ്വദേശി കാർത്തികിന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ലോകകപ്പ് ഫുട്ബോളിനെ പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തുടക്കമാകും. ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ പോരാട്ടം. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥ്യമരുളുന്ന ഇത്തവണത്തെ ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആകെ 104 മത്സരങ്ങളാണ് നടക്കുക. ജൂലൈ 19-നാണ് ഫൈനൽ. ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ മറുകരയായ അമേരിക്കയിൽ ഇത്തവണ വേൾഡ് കപ്പ് ആവേശത്തിരയിൽ ഓരോ ഗോളുകൾ പിറക്കുമ്പോഴും ഇങ്ങ് കേരളത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ ഓരോ ഫലവൃക്ഷ തൈകൾ നടാൻ ഒരുങ്ങുകയാണ് ഇരിഞ്ഞാലക്കുടയുടെ സ്വന്തം പ്ലാവച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ. ഡെനൻ റെഡ് ജാക്ക് ഫ്രൂട്ട് എന്ന ഇനം ചുവന്ന ചുളയുള്ള ചക്കയുണ്ടാകുന്ന പ്ലാവിന്റെ തൈകൾ 1000 എണ്ണവും കൊളംബുമാവിന്റെ തൈകൾ 1000 എണ്ണവും ഫാദർ ജോയ് ക്രൈസ്റ്റ് ആശ്രമ ദേവാലയ പരിസരത്തായി ലോകകപ്പ് കളിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകൾ സഹിതം ഒരുക്കിക്കഴിഞ്ഞു. 2010 ലോകകപ്പ് മുതൽ ആരംഭിച്ചതാണ് ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾ ഒരു മരം പദ്ധതി. ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഫ്ലക്സ് അടിക്കാനായി ചിലവിടുമ്പോൾ കായിക അധ്യാപകൻ കൂടിയായ ഫാദർ ജോയ് മാറി ചിന്തിക്കുകയായിരുന്നു. ഗോളടിക്കുന്ന കളിക്കാരുടെ പേരിൽ ഓരോ മരങ്ങൾ നടുക എന്ന പദ്ധതിക്കാണ് അദ്ദേഹം രൂപം നൽകിയത്. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ 146 ഗോളുകൾ പിറന്നപ്പോൾ ഒരു ഗോളിന് 10 മരം എന്ന നിലയിൽ 1500ഓളം മരങ്ങളാണ് ഇരിങ്ങാലക്കുടയിലെ NSS NCC സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം വെച്ചത്. 2014 അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ 480ഓളം മാവിൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. 2018 റഷ്യൻ ലോകകപ്പിന്റെ ഭാഗമായി പിറന്ന 169 ഗോളുകളുടെ ഓർമ്മയ്ക്കായി 1600ഓളം മാവുകളും 2022 ഖത്തർ ലോകകപ്പിന്റെ ഭാഗമായി 172 ഗോളുകൾ പിറന്നപ്പോൾ 250ഓളം വിയറ്റ്നാം പ്ലാവിൻ തൈകളുമാണ് വിതരണം ചെയ്തത്. മാവച്ചൻ, പ്ലാവച്ചൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ജോയ് പീനിക്കപ്പറമ്പിൽ ഇതിനകം തന്നെ 28,000ഓളം മരങ്ങൾക്ക് അച്ഛനായിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ലോകകപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ചാലിശ്ശേരി സ്വദേശിയുമായ ശ്രീരാഗ് അമ്പാടി. കിരീടം ഇത്തവണ ബ്രസീലിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആയാലും എന്നും വേൾഡ് കപ്പിന്റെ സമയം വളരെയധികം ആവേശം നൽകുന്നതാണ്. ഫുട്ബോളിനെ എന്നും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. 2002 ലോകകപ്പാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മയെന്ന് അദ്ദേഹം പറയുന്നു. ബ്രസീല് അല്ലെങ്കിൽ ഫുട്ബോളിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു വേൾഡ് കപ്പ് കൂടിയാണ് അത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഫുട്ബോളിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ടിട്ടാവും ചിലപ്പോൾ ഞാൻ കളി തുടങ്ങിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ബ്രസീൽ ജർമ്മനിയെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ ഫൈനൽ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ബ്രസീലിന്റെ മനോഹരമായ സാമ്പാ താളവും കളിയിലെ ആവേശവുമാണ് തന്നെ ആ ടീമിന്റെ ആരാധകനാക്കിയതെന്നും ശ്രീരാഗ് പറയുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായ കാഴ്ചപ്പാട് പങ്കുവച്ചു. നമ്മൾ കുറച്ചും കൂടി അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്.
പേഴ്സണലായിട്ട് എന്തായാലും നല്ല നല്ല അക്കാദമികൾ വരണം, നല്ല നല്ല റെസിഡൻഷ്യൽ അക്കാദമികൾ വരണം. 5 വയസ്സ് മുതൽ കുട്ടികളെ ഫുട്ബോളിലേക്ക് കൊണ്ടുവരാനും 15 വയസ്സാകുമ്പോഴേക്കും ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കാനുള്ള സംവിധാനമാണ് രാജ്യത്തിന് വേണ്ടതെന്നും ശ്രീരാഗ് പറഞ്ഞു. എന്തായാലും ഫുട്ബോളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളെ GCC ക്ലബ് തന്നെയാണ്. അവര് ഒരുപാട് ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം നമുക്ക് കളിക്കാനുള്ള ഒരു ഭാഗ്യം തന്നു, കളിക്കാനുള്ള ഒരു അവസരങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മള് ഫുട്ബോളിൽ വരാൻ പറ്റിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഒരു ശൈലിയാണ്, ആളുടെ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യണത്. മെസ്സി, നെയ്മർ അതൊക്കെ ഒരു വേറെ ഒരു ശൈലിയാണ്. അവരൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സ് ആണ്, പക്ഷെ അവരൊരു വേറെ ഒരു ശൈലിയാണ്. ഞാൻ കൂടുതലും ഫോളോ ചെയ്യണത് റൊണാൾഡോന്റെ ഹാർഡ് വർക്കും കാര്യങ്ങളാണ്. ചാലിശ്ശേരി ഹൈസ്കൂൾ മൈതാനത്ത് GCC ക്ലബിലൂടെ വളർന്ന ശ്രീരാഗ് അമ്പാടി ഐ ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനായും 5 തവണ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായും കളിച്ചിട്ടുണ്ട്. 2018 സന്തോഷ് ട്രോഫി ജേതാക്കളായ കേരള ടീമിലെ അംഗമായിരുന്നു അദ്ദേഹം. കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റനായും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു. നിലവിൽ ചാലിശ്ശേരി GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറായി യുവതാരങ്ങളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചു വരികയാണ്. TCV ന്യൂസ്, കുന്നംകുളം. ഫിഫ വേൾഡ് കപ്പ് മാമാങ്കത്തിന് വരവേറ്റുകൊണ്ട് തൃശൂർ സെന്റ് തോമസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഫുട്ബോൾ ലോകകപ്പ് മാതൃകയുമായി തൃശൂർ നഗരത്തിലൂടെ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കളിയാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ച വിളംബര റാലിയിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കാളികളായി. സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ മച്ചാട് സ്വദേശി മെജിസൺ തോമസ് ലോറൻസ് ആണ് തെർമോക്കോളും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിച്ച് ഫുട്ബോൾ ലോകകപ്പിന്റെ 6 അടി ഉയരമുള്ള മാതൃക നിർമ്മിച്ചത്. ഒരാഴ്ചയെടുത്താണ് ഇദ്ദേഹം ഇത് പൂർത്തീകരിച്ചത്. കളി അവസാനിക്കുന്നതുവരെ സ്കൂളിന്റെ മുന്നിൽ ഈ മാതൃക പ്രദർശിപ്പിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നെഞ്ചേറ്റി തൃശൂർ. ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ ഒരുക്കിയ ലോകകപ്പ് വിളംബര മത്സരങ്ങളിൽ ഫുട്ബോൾ താരങ്ങളും മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും കാൽപന്താവേശം വാനോളമുയർത്തി. ഫുട്ബോൾ അക്കാദമി വിദ്യാർത്ഥികളുടെ പ്രദർശന മത്സരത്തെ തുടർന്ന് തൃശൂർ പ്രസ് ക്ലബ്ബും കോർപ്പറേഷൻ കൗൺസിലർമാരും തമ്മിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പ്രസ് ക്ലബ്ബ് വിജയിച്ചു. തുടർന്ന് തൃശൂരിലെ മുൻ സന്തോഷ് ട്രോഫി താരങ്ങളും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും ഏറ്റുമുട്ടി. മത്സരങ്ങളുടെ ഉദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ദേശീയ താരം വിക്ടർ മഞ്ഞില മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്തു. മുൻ ദേശീയ താരം CV പാപ്പച്ചൻ, മുൻ സന്തോഷ് ട്രോഫി താരങ്ങൾ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MB ബാബു, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, തൃശ്ശൂരിന്റെ ശ്രദ്ധ ഫുട്ബോൾ ടൂർണമെന്റ് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി AIYF സംഘടിപ്പിച്ച കിക്ക് ഓഫ് തൃശൂരിൽ നടന്നു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ലഹരിക്കെതിരെ ഗോൾ അടിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിനീഷ് ചില്ലിക്കൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എടാ, അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ KSRTC സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചിട്ടതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് തൃശൂർ KSRTC സ്റ്റാൻഡ്. ദിനംപ്രതി നൂറുകണക്കിന് ബസ്സുകൾ വന്നുപോകുന്ന സ്റ്റാൻഡിൽ നിന്നു തിരിയാൻ പോലും ഇടമില്ലാതാകുകയും അപകടങ്ങൾ പതിവാകുകയും ചെയ്തതോടെയാണ് പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായത്. ജില്ലയിൽ നിന്നുണ്ടായിരുന്ന മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ പുതിയ KSRTC സ്റ്റാൻഡ് നിർമ്മിക്കാൻ അനുമതിയായത്. ഇതിന്റെ ഭാഗമായി സ്റ്റാൻഡിലെ പഴയ കെട്ടിടങ്ങളും ഗ്യാരേജുമെല്ലാം പൊളിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്റ്റാൻഡിൽ താൽക്കാലിക ടിക്കറ്റ് കൗണ്ടർ ഒരുക്കുകയും DTO ഓഫീസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ സെക്ഷൻ സ്റ്റാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച സ്ഥിതിയിലാണ്. സ്റ്റാൻഡിന്റെ മണ്ണ് പരിശോധന അടക്കം പൂർത്തിയായെങ്കിലും പുതിയ MLAയും സർക്കാരും എടുക്കുന്ന തീരുമാനമനുസരിച്ചാണ് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകൂ. ഇതിനിടയിൽ മഴ കൂടിയെത്തിയതോടെ ചെളിക്കുളമായി മാറിയ സ്റ്റാൻഡിലൂടെ നടക്കാൻ പോലും ആകാതെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം മാത്രമേ ഇനി നിർമ്മാണ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുകയുള്ളൂവെന്ന് ഡിപ്പോ അധികൃതർ പറയുന്നു. നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുൻ MLA അനുവദിച്ച 7 കോടി രൂപയും MLA ഫണ്ടിൽ നിന്നുള്ള 2.5 കോടിയും ഗ്യാരേജ് നിർമ്മാണത്തിനായി MLA ഫണ്ടിൽ നിന്ന് നീക്കിവെച്ച 50 ലക്ഷം രൂപയും അടക്കം 10 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 3 നിലകളിലെ അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കട്ടി കാണിച്ച് പ്രവാസി മലയാളിയിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്ത KGF സ്വാമി എന്നറിയപ്പെടുന്ന ഷാജി തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. പത്തനംതിട്ട സ്വദേശിയായ ഇയാൾ കൊടുങ്ങല്ലൂർ, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. സ്വാമിമാരുടെ വേഷവിധാനവും നീണ്ട മുടിയുമൊക്കെ ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇയാൾ ആയുധമാക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ പ്രവാസി മലയാളിയെ വഴിയരികിൽ വെച്ച് പരിചയപ്പെട്ടാണ് ഇയാൾ പുതിയ തട്ടിപ്പിന് തുടക്കമിട്ടത്. ആഫ്രിക്ക, കോലാർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വർണ്ണഖനികളുമായി തനിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ നേരിട്ട് സ്വർണം വാങ്ങി നൽകാമെന്നും പറഞ്ഞ് ഇയാൾ തട്ടിപ്പ് നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന സീലും നമ്പറുമൊക്കെയുള്ള ഇരുമ്പ് കഷ്ണത്തിൽ സ്വർണം പൂശിയെടുത്ത 1 കിലോയുടെ സ്വർണ്ണക്കട്ടി പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഗോൾഡ് മൈൻസിൽ നിന്ന് ഇങ്ങനെ 10 കിലോ, 15 കിലോ, 20 കിലോ ആയിട്ട് ബൾക്കായിട്ട് ഗോൾഡ് എടുത്ത് നേരിട്ട്, അപ്പൊ പിന്നെ ടാക്സ് ഒന്നും ഇല്ലല്ലോ, സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് രൂപ, കോടികളുടെ ലാഭം ഉണ്ടാകും. ആളുകളോട് പറയുന്നത് 50 ലക്ഷം 25 ലക്ഷമൊക്കെ നിങ്ങൾ മുടക്കിയാൽ ഇരട്ടിയായിട്ട് ലാഭം കിട്ടും. ഇങ്ങനെ പലരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ടാണ് ഇപ്പൊ കിട്ടിയത്. ഇയാളുടെ കയ്യിൽ നിന്ന് 1 കിലോയുടെ ഒരു ഗോൾഡ് ബാർ കിട്ടി. ഇയാളുടെ വീട്ടിൽ നിർത്തിയ റെയ്ഡിൽ ഈ 1 കിലോയുടെ ഗോൾഡ് ബാർ സീലും ഒക്കെ ഉള്ള, നമ്പരും ഒക്കെ ഉള്ളതാണ്. അപ്പൊ നോക്കിയപ്പോൾ അത് ഒറിജിനൽ ഗോൾഡ് അല്ല, സ്വർണം പൂശിയതാണ്. ഇത് തട്ടിപ്പിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഈ ആളുകളെയൊക്കെ ആദ്യം കാണിക്കുന്നത് ഈ ഗോൾഡ് ബാറാണ്, 1 കിലോയുടെ ബാർ. ഇതുപോലുള്ള സാധനങ്ങൾ എൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയുള്ള സാധനം. എന്തായാലും ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്യൽ തുടരുക. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ജില്ലയിൽ ഇതിന്റെ ഗുണം ലഭിക്കുക 126 ഓർഡിനറി ബസ്സുകളിൽ. തൃശൂർ KSRTC ഡിപ്പോയിലും മാളയിലും 20 വീതം ഓർഡിനറി ബസ്സുകളാണ് ഉള്ളത്. ഇരിഞ്ഞാലക്കുട 8, ചാലക്കുടി 23, പുതുക്കാട് 21, ഗുരുവായൂർ 19, കൊടുങ്ങല്ലൂർ 15 എന്നിങ്ങനെയാണ് മറ്റ് ഡിപ്പോകളിലെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം. വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ഗ്രാമവണ്ടികളിലും യാത്ര സൗജന്യമായിരിക്കും. അതേസമയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ നാമമാത്ര ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. KSRTC സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഓർഡിനറി ബസ്സുകൾ അനുവദിക്കുന്ന ആവശ്യവും സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം. എല്ലാ ഡിപ്പോകളിലും ഉദ്ഘാടന ചടങ്ങ് ആഘോഷമാക്കി മാറ്റാനാണ് സർക്കാർ നിർദ്ദേശം.
സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള പാക്കേജുകൾ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ജൂൺ 19 ശേഷം ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ബസ്സുടമ സംഘടനകളുമായി ആലോചിച്ച് ബസ് പണിമുടക്ക് തീയതി നിശ്ചയിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ വ്യക്തമാക്കി. വനിതാ യാത്രക്കാർക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. 75% യാത്രക്കാരുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരാണ് സ്വകാര്യ ബസ്സുകൾ. ഞങ്ങൾ പറഞ്ഞ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ കണ്ടില്ല. ഞങ്ങളുടെ ഒരു ബസ്സിന്റെ വില 50 ലക്ഷം, 10,000-ഓളം ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ 5000 കോടി രൂപ മുതൽ മുടക്കുന്ന ഒരു വ്യവസായമാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം. സർക്കാരിന്റെ ധവളപത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കലാണ് ഈ സർക്കാരിന്റെ നയം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ 5000 കോടി മുതൽ മുടക്കുന്ന സ്വകാര്യ സംരംഭരാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ. സൗജന്യ യാത്ര നടപ്പാകുന്നതോടെ സ്വകാര്യ ബസ്സുകളിലെ 70% യാത്രക്കാരായ വനിതകൾ KSRTC ബസ്സുകളിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടാകും. അതോടെ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാകും. കഴിഞ്ഞ ബസ് ചാർജ് വർധനവിന് ശേഷം ഡീസലിന്റെ വിലയിൽ 10 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ബസ് തൊഴിലാളികളുടെ ശമ്പളാനുകൂല്യങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രവർത്തന ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് വർദ്ധിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധനവ് വരുത്തുകയും വേണം. 1 ലിറ്റർ ഡീസലിന്റെ വില 104 രൂപയാണ്. 104 വിദ്യാർത്ഥികളെ കയറ്റിയാലേ 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം ഞങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം യാത്രക്കാരും വിദ്യാർത്ഥികളാണ്. അവരുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് 15 വർഷമായി. അത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് 2 കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആ കമ്മീഷന്റെ റിപ്പോർട്ടിന് മുകളിൽ കഴിഞ്ഞ സർക്കാർ അടയിരിക്കുകയായിരുന്നു. ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വനിതാ യാത്രക്കാരുടെ കുറവ് മൂലമുണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ നഷ്ടം നികത്താൻ KSRTCക്ക് നൽകുന്നത് പോലെ പ്രത്യേക പാക്കേജുകൾ നൽകിയാലേ 1 ലക്ഷത്തിലേറെ ആളുകൾ ജോലി ചെയ്യുന്ന സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കുകയുള്ളൂ. സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനത്ത് തന്നെ ഇല്ലാതെയാവുന്ന സ്ഥിതി വരും. സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനത്ത് ഇല്ലാതാവുന്ന വന്നാൽ ആദ്യം ബാധിക്കുന്ന ഞങ്ങളെക്കാളും നാട്ടുകാരെക്കാളും ഒപ്പം തന്നെ ഇതിൽ 1 ലക്ഷത്തിലധികം ആളുകൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിലെടുക്കുന്നവരാ. നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ കടന്നു വരാത്ത സംസ്ഥാനത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. ഇതിലെ തൊഴിലാളികളുടെ തൊഴിലെല്ലാം ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരിക. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P.K. പവിത്രൻ, ഭാരവാഹികളായ K. രാധാകൃഷ്ണൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VS പ്രദീപ്, N. വിദ്യാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. മാള SHOയെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു. വ്യക്തിപരമായ കാരണമെന്നാണ് കുറിപ്പിലുള്ളത്. കൊല്ലം ഇഞ്ചക്കാട് കാക്കക്കുന്ന് സ്വദേശി R. രാജേഷിനെ വ്യാഴാഴ്ച രാവിലെ 11-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SHO 2 ദിവസമായി അവധിയിലായിരുന്നു. ഭാര്യ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്വാർട്ടേഴ്സിൽ അന്വേഷിച്ചെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. SHOയുടെ കാർ ഇവിടെയുണ്ടായിരുന്നു. വാതിലിൽ തട്ടിയിട്ടും തുറക്കാതിരുന്നതിനാൽ വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തി തുറന്നാണ് പോലീസ് അകത്ത് കടന്നത്. അവധി കഴിഞ്ഞ് വ്യാഴാഴ്ച ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജില്ലാ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. മാള SHO R. രാജേഷിന്റെ ദുരൂഹമരണം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പോലീസ് വകുപ്പിലെ ആഭ്യന്തര സംഘർഷമാണോ മരണത്തിനിടയാക്കിയതെന്ന് അന്വേഷിക്കണമെന്നും KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്ന് 3 ദിവസങ്ങളിലായി 18 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സീതാറാം മിൽ ലൈൻ MG നഗറിൽ താമസിക്കുന്ന കൃഷ്ണനിലയം കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നാണ് 3 ദിവസങ്ങളിലായി 18 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. വീടിന്റെ മുറ്റത്തുള്ള മരത്തിന്റെ പൊട്ടിയ തറയിൽ നിന്നാണ് പാമ്പിൻ കുഞ്ഞുങ്ങൾ പുറത്തുവന്നത്. തോട്ടിൽ നിന്നെത്തിയ മലമ്പാമ്പ് മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളാകാമിതെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ വീട്ടുമുറ്റത്ത് കണ്ടു തുടങ്ങിയത്. അന്ന് രാത്രി വനം വകുപ്പ് റെസ്ക്യൂ സംഘമെത്തി 10 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയിരുന്നു. വീണ്ടും പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടതോടെ റെസ്ക്യൂ സംഘം നടത്തിയ പരിശോധനയിൽ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്നടക്കം 8 പാമ്പിൻ കുഞ്ഞുങ്ങളെ കൂടി പിടികൂടി. 3 ദിവസങ്ങളായി തന്റെ കുടുംബം വളരെ ഭയപ്പാടോടെയാണ് കഴിയുന്നതെന്നും വീട്ടുടമ കാർത്തിക് പറയുന്നു. തോടിന്റെ അടിയിൽ തറയുടെ അടിയിൽ കൂടെ ഹോളുണ്ട്. അതിൽ മുട്ടിട്ടുണ്ടാവുന്നതാണ് പറയണത്. മുട്ടയിട്ട് വിരിഞ്ഞുമ്പോഴാണ് അത് മുകളിലേക്ക് വരുന്ന പറയണത്. അപ്പോൾ രാത്രി 7-8 മണി മഴയൊക്കെ പിന്നെ തണു പിടിക്കുന്ന സമയത്താണ് ഇവന്മാർ പുറത്തേക്ക് വരുന്നത്. മലമ്പാമ്പിൻ്റെ കുട്ടികളെന്നാണ് പറഞ്ഞത്. അതിൽ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ മനു, അജീഷ്, പിന്നെ ടൈസൻ ഇവരൊക്കെയാണ് നമ്മളെ സഹായിച്ച് ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഭയങ്കര ഭയാനകമായ സംഭവം ഇനി ഉണ്ടാവുന്നതാണ് അവർ പറയണത്. അപ്പോൾ ഈ തറഭാഗം പൊളിച്ച് മാറ്റിയാലും അതിൻ്റെ അടിയിൽ അറിയുള്ളൂ. അപ്പോൾ ഇന്നും കൂടി നോക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി കൂടി നമ്മൾ 2 ദിവസം ഉറക്കം വെച്ചിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. ഇന്ന് രാത്രി ഉറക്കം വെച്ചൊക്കെ നോക്കിയിട്ട് ഇനി എത്ര വരാൻ നോക്കിയിട്ട് നാളെ പൊളിക്കാനുള്ള പരിപാടി നോക്കും. മലമ്പാമ്പിനെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് രാമദാസിൻ്റെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു 2 ദിവസം കുളത്തിനോട് പിടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് ഉണ്ട്. പക്ഷേ കുട്ടികളെ നമ്മുടെ ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചെറിയ മോളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പം എല്ലാം കൂടി അപ്പോൾ കുറച്ച് വീട്ടുകാരൊക്കെ പേടിച്ചു. നമുക്കും ചെറിയ പേടി കയറി. അപ്പോൾ പിടിച്ചുകൊണ്ടതിനെല്ലാത്തിനും. ഇനിയും പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വനം റെസ്ക്യൂ അധികൃതർ പറഞ്ഞതായും വീട്ടുടമ പറയുന്നു. പാട്ടുരായ്ക്കൽ ടൗൺ ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ് കാർത്തിക്. റെസ്ക്യൂ അംഗങ്ങളായ മനു, അജീഷ്, ടൈസൺ എന്നിവർ ചേർന്നാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പുകളെ പിടികൂടിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബൂത്ത് തലം മുതൽ പരിശോധിക്കാൻ മുതിർന്ന ജില്ലാ കോൺഗ്രസ് നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. ഓരോ ബൂത്തുകളിൽ ലഭിച്ച വോട്ടുകൾ പരിശോധിച്ച് എവിടെയെല്ലാം വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട്, എങ്ങനെ സംഭവിച്ചു എന്നും പ്രത്യേകം വിലയിരുത്തും. ഇതിനായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പ്രത്യേകം റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി. സംഘടനാപരമായി നടത്തേണ്ട വിലയിരുത്തൽ പ്രക്രിയകൾക്ക് ഈ ആഴ്ച തന്നെ തുടക്കമാകും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ O. അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, അനിൽ അക്കര, TV ചന്ദ്രമോഹൻ, രാജൻ പല്ലൻ, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഭാര്യയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ഭാര്യ പ്രിയങ്കയാണ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. മർദ്ദനമേറ്റ ഇവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായി B. അശോകിനെയും MG സർവകലാശാല സെനറ്റിലേക്ക് 19 പേരെയും നിയമിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും സംഘപരിവാറുമായുള്ള ധാരണയിലാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു M. ശിവപ്രസാദ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കാൻ RSSനെ സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് തുറന്നു സമ്മതിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ തയ്യാറാകണമെന്നും ശിവപ്രസാദ് പറഞ്ഞു. കേരളത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം റോജി M. ജോണിനെ പോലെ KSU രംഗത്ത് സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ഒരാൾക്ക് ഒട്ടും അപരിചിതമായൊരു യൂണിവേഴ്സിറ്റി അല്ല MG സർവകലാശാല. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളം ജില്ലയിൽ KSU സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. റോജി M. ജോൺ എറണാകുളം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. അദ്ദേഹം കണ്ണൂരുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എറണാകുളം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. KSUവിൻ്റെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എറണാകുളം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. അപ്പോൾ ഇവർക്കെല്ലാം വളരെ പരിചിതമായ യൂണിവേഴ്സിറ്റിയാണ് MG സർവകലാശാല. കേരളത്തിൽ പല സർവകലാശാലകളിലും RSS കടന്നു കയറാൻ പരിശ്രമിക്കുമ്പോഴും അത്ര എളുപ്പം RSSന് കടന്നു കയറാൻ കഴിയാത്തൊരു സർവകലാശാലയാണ് MG. കാരണം അത്ര മതനിരപേക്ഷ പാരമ്പര്യമുള്ള മഹാത്മാഗാന്ധിയുടെ പേരുള്ള സർവകലാശാലയാണ്. ശക്തമായ പ്രതിരോധം പല ഘട്ടങ്ങളിൽ RSS ഇടപെട്ടപ്പോഴും നടത്തിയിട്ടുള്ള സർവകലാശാലയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റും ആ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം തട്ടകത്തിൽ, അതാണ് പ്രശ്നം. ഇപ്പോൾ കണ്ണൂരോ കാലിക്കട്ടോ കേരളയിലോ ഒന്നുമല്ല, ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും KSU സംസ്ഥാന പ്രസിഡന്റിൻ്റെയും സ്വന്തം തട്ടകമായ എറണാകുളം ജില്ല ഉൾക്കൊള്ളുന്ന MG സർവകലാശാലയിൽ 19 BJPക്കാരെ, സംഘപരിവാറുകാരെ, അതിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗമുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുണ്ട്, സംഘപരിവാറിൻ്റെ അധ്യാപക സംഘടന നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥർ രാഷ്ട്രീയം തിരഞ്ഞു പോകാൻ ഞങ്ങൾക്ക് സമയമില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുടെ രാഷ്ട്രീയം തിരിച്ചറിയാൻ വലിയ
വിദ്യാർത്ഥികളുടെ മുൻപിൽ വിശ്വാസം നഷ്ടപ്പെട്ട കേന്ദ്രമായി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മാറിയെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ AG's ഓഫീസിന് മുൻപിൽ SFI സംഘടിപ്പിച്ച രാപ്പകൽ ധർണയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊള്ളക്കാരുടെ സംഘമായി ഭരണകൂടം മാറുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന യുവതലമുറ കൊടുങ്കാറ്റായി വിപ്ലവകരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി മാറുമെന്ന് സംഘപരിവാർ മനസ്സിലാക്കണമെന്ന് ശിവപ്രസാദ് ഓർമ്മിപ്പിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ പ്രദീപ് കുമാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു സത്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VS ആദിത്യ, അജയ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രാൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം. വടക്കാഞ്ചേരി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് ഫ്രൂട്ട് ഷോപ്പാണ് കത്തിനശിച്ചത്. തീപിടുത്തത്തിൽ പഴങ്ങളും ബേക്കറി സാധനങ്ങളും CCTV ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മറ്റത്തൂർ ചാഴിക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനി ഭാഗികമായി കത്തിനശിച്ചു. സമീപവാസികളാണ് കമ്പനിയിൽ നിന്ന് പുലർച്ചെ 4 തീയും പുകയും ഉയരുന്നത് കണ്ടത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. കമ്പനിയിലുണ്ടായിരുന്ന 4 മോട്ടോറുകളും അനുബന്ധ സാമഗ്രികളും മരത്തടികളും കത്തിനശിച്ചു. 10 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചതായി കമ്പനി ഉടമ തേവർപ്പാടം സ്വദേശി പള്ളിപ്പുറത്ത് ശരവണൻ പറഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കണിമംഗലം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മഹാദേവ ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് നടപടിയെടുത്തത്. സ്കൂൾ ബസ് ഉൾപ്പെടെ മറ്റു വാഹനങ്ങൾക്ക് ഇടം കൊടുക്കാതെ ബസ് സർവീസ് നടത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് നടപടി. എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ഡ്രൈവറിൽ നിന്ന് അശ്രദ്ധമായി വാഹനം ഓടിക്കില്ലെന്ന് എഴുതി വാങ്ങിച്ചു. 2000 രൂപ പിഴയും ഈടാക്കി. മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് നടപടിയെടുത്തത്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം NK സുധീർ വീണ്ടും കോൺഗ്രസിലേക്ക്. തന്റെ മനസ്സാക്ഷിയുടെ ശബ്ദം കേട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സുധീർ കോൺഗ്രസ് വിട്ടത്. PV അൻവറിന്റെ പിന്തുണയോടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ മത്സരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം PV അൻവറിനോട് ഉടക്കി BJPയിൽ ചേരുകയായിരുന്നു. നിലവിൽ BJP സംസ്ഥാന സമിതി അംഗമായിരുന്നു NK സുധീർ. മാള കുഴൂരിൽ മത്സ്യം വളർത്തുന്ന കുളത്തിൽ തൊഴിലാളി മുങ്ങി മരിച്ചു. ഐരാണിക്കുളം സ്വദേശി കളരിക്കൽ 63 വയസ്സുള്ള ചന്ദ്രൻ ആണ് മരിച്ചത്. കാച്ചപ്പള്ളി ബേബിയുടെ പറമ്പിലെ പണിക്ക് എത്തിയതായിരുന്നു. മണ്ണു കൊണ്ടുപോകുന്ന ചക്രമുള്ള വണ്ടിയും കുളത്തിലേക്ക് മറിഞ്ഞിരുന്നു. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരവുമായി മധ്യവയസ്കൻ പിടിയിലായി. കല്ലേറ്റുംകര വല്ലക്കുന്ന് സ്വദേശി പായമ്മിൽ വീട്ടിൽ ജോബിയെ ആണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അടാട്ടിൽ തെരുവുനായ രഹിത പദ്ധതിക്ക് കരുത്തേകി ഡോഗ് ഷെൽട്ടർ പദ്ധതി ആരംഭിച്ചു. അടാട്ട് പഞ്ചായത്ത് കാവൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തെരുവുനായ രഹിത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഡോഗ് ഷെൽട്ടർ ഷെഡിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ഗോപാലൻ അടാട്ട് നിർവഹിച്ചു. പുഴയ്ക്കൽ ബാരിസ്റ്റർ ക്ലബ്ബാണ് ഷെൽട്ടർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര, ബാരിസ്റ്റർ ക്ലബ്ബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് മൗനീഷ്, അഡ്വക്കേറ്റ് ജനീഷ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി മധ്യവയസ്കൻ സുമനസുകളുടെ സഹായം തേടുന്നു. പഴയന്നൂർ മഹലിൽ പറക്കുളം മാടപ്പാട്ട് വീട്ടിൽ ബഷീറാണ് സഹായം തേടുന്നത്. അടിയന്തര കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചികിത്സയ്ക്കായി 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. 3 കുട്ടികളുള്ള കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ബഷീർ. നിർധന കുടുംബത്തിന് ഭീമമായ തുക കണ്ടെത്താൻ യാതൊരു വഴിയുമില്ല. ബഷീറിന്റെ ജീവൻ രക്ഷിച്ച് കുടുംബത്തെ സഹായിക്കുന്നതിനായി സുമനസുകൾ മുന്നോട്ട് വരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി പറഞ്ഞു. മാടപ്പാട്ട് വീട്ടിൽ ബഷീർ എന്ന അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം മൂലം അതിതീവ്ര ഗുരുതരാവസ്ഥയിലാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഒരു നിർധന കുടുംബമാണ്. 3 ചെറിയ കുട്ടികളടങ്ങുന്ന ഒരു കുടുംബമാണ്. ഏക ആശ്രയമാണ് കുടുംബത്തിൻ്റെ അദ്ദേഹം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി
കൂടെ നിൽക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ബഷീറിനെ സഹായിക്കാനായി കേരള ഗ്രാമീൺ ബാങ്കിന്റെ പഴയന്നൂർ ശാഖയിലെ 407261107945 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തിരുവല്ലോമല. എളവള്ളി മണിച്ചാൽ ചിൽഡ്രൻസ് പാർക്കിന്റെ ഒരു വശം പുഴയിലേക്ക് ഇടിയുകയും ചുറ്റുമതിൽ തകരുകയും ചെയ്തു. അപകട സമയത്ത് കുട്ടികളുടെ പാർക്കിൽ ആരും ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. 85 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെയാണ് മണിച്ചാലിനോട് ചേർന്ന് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത്. ഈ വർഷത്തെ ആദ്യ മഴയ്ക്ക് തന്നെ പാർക്കിന്റെ ചുറ്റുമതിൽ തകർന്നത് കൃത്യമായ പഠനമില്ലാതെയുള്ള നിർമ്മാണത്തിലെ അപാകതയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. മണിച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് തകർന്നത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലിയും മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗയും ആവശ്യപ്പെട്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അയമ്പുഴയിൽ പൈനാപ്പിൾ തോട്ടത്തിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. വനംവകുപ്പ് RRT സംഘം പിടികൂടിയ പാമ്പിനെ പിന്നീട് ഉൾക്കാട്ടിൽ വിട്ടു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,350 രൂപ, പവന് 1,06,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജില്ലയിലും ആവേശം വാനോളം. തൃശൂർ KSRTC സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചിട്ടതോടെ യാത്രക്കാർ പെരുവഴിയിലായി. വ്യാജ സ്വർണ്ണക്കട്ടികൾ നൽകി പ്രവാസി മലയാളിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ജില്ലയിൽ ഗുണം ലഭിക്കുക 126 ഓർഡിനറി ബസ്സുകളിൽ. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള പാക്കേജുകൾ ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. മാള SHOയെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി R രാജേഷാണ് മരിച്ചത്. ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി. തൃശൂർ നഗരമധ്യത്തിലെ വീട്ടിൽ നിന്ന് 18 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. കുങ്കനം സ്വദേശി കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.